മോഷണോ? ഇതൊന്നുമല്ല. ബലാത്സംഗമായിരിക്കും. അതുമല്ല. പിന്നെ നിന്റെ അമ്മയുടെ നായരെ ചോറണമെന്നാണോടാ? ഊക്കം വെട്ടാശാനെ, സമ്മതിച്ചിരിക്കുന്നു. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്. കൈകൊട്. അയ്യോ, ആ കൈ വേണ്ട. അയ്യോ, ആശ ഒരു ബീഡി വലിക്കുന്നോ? വേണ്ട. എന്നാ ശരി, ഞാൻ വലിക്കാം. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, 6 മാസം കഴിയുമ്പോ നമുക്കവരെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. ആട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആസാമിലായിരുന്നു ആശാനെ, ഭാര്യ നാട്ടിലും. വേല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്ത് ഞാൻ അവളെയും കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആട്ടെ, ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ഇങ്ങോട്ട് നോക്കി. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ. എന്റെ ഭാര്യ അത്രക്കാരിയല്ലടാ. ആ, ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. എക്സസൈസ് ബിഗിൻ. 1 2 3 4 5. ആശാനെ, 5 മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നടാ. 1 മാസം കഴിയുമ്പോ ആശാനും പുറത്തു വരാമല്ലോ. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ. നമസ്തേ. നമസ്തേ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനു അനുവാദം ചോദിക്കുന്നേ? കൊടുത്തോളൂ. എന്റെ മോളെ, നാളെ നിന്റെ ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. വീണയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ, ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. അത് ശരി. ഓ, ഓക്കെ. ജാഫറാ വിളിച്ചത്. എന്തു പറഞ്ഞു? ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ്. തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്. അപ്പൊ അതും അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ. രജനിക്കൊന്ന് ശ്രമിച്ചുകൂടി? ചോദിച്ചാൽ തരില്ല. മോഷ്ടിക്കാൻ പറ്റുകയുമില്ല. താക്കോലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്.
അങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഇതുവരെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. വെല്ലടിച്ചു, ഞാൻ വരട്ടെ. ശരി, നമുക്ക് നാളെ കാണാം. നിർമ്മലേ, കരയാതെ. നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു അഗ്നിപരീക്ഷ കൂടി കഴിഞ്ഞു. ഇത്ര വലിയ മനസാന്നിധ്യത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്നറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണോ? സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവം എടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനല്ലെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല, ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ്. ആരും ചതിച്ചതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും അവനെന്റെ അളിയനല്ലേ രജനി. നീ ഒരു കാര്യം ചെയ്യ്, ആരുടെയും കണ്ണിപ്പെടാതെ അവൻ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. എഴുന്നേൽക്കൂ, കാപ്പി. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ടാ. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7-7:30 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലേ. എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ. ഒരു വിശ്രമവും ഇല്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ.
ഞാനിനി ഈ ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാൾ തന്നെ എടുത്ത് കൈ തരും. എന്തെങ്കിലും സംശയം തോന്നിയോ ഏട്ടാ? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുള്ളൂ. സംഗതിയൊക്കെ ശരിയാ. പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ 6 മണി കെട്ടും. പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ.